ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. IPL തന്നെ രണ്ട് ചിരവൈരികളായിട്ടുള്ള ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഫ്രാഞ്ചൈസികളുമാണ് ഇവരെന്നുള്ള കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ സീസണിൽ 10ാം സ്ഥാനത്തായിരുന്നു മുംബൈ ഫിനിഷ് ചെയ്തിരുന്നത്. ആകെ 4 വിൻസ് മാത്രമായിരുന്നുള്ളത്. ചെന്നൈ സൂപ്പർ കിങ്സിന് പ്ലേ ഓഫ് നഷ്ടമായത് നെറ്റ് റൺ റേറ്റിന്റെ ആ ഒരു പ്രശ്നത്തിലായിരുന്നു. ആൻഡ് ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ക്വാഡുമായിട്ടാണ് രണ്ട് ടീമുകളും വരുന്നത്. ആൻഡ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള MA ചിദംബരം സ്റ്റേഡിയത്തിലാണ്. അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് ചെന്നൈ സൂപ്പർ കിങ്സിനുണ്ട്. ആ രീതിയിലുള്ള ഒരു സ്ക്വാഡ് സെലക്ഷനുമാണ് ഇത്തവണ ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തിയിട്ടുള്ളത്. ഈ ഒരു ഗ്രൗണ്ടിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്പിന്നേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്, സ്പിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ബാറ്റിംഗ് എന്ന് പറയുന്നത് അല്പം ഡിഫിക്കൽട്ടി ഉള്ള ഒരു കാര്യമാണ്. ഈ ഒരു ഗ്രൗണ്ടിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ചെന്നൈ സൂപ്പർ കിങ്സിൽ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന താരങ്ങളായിട്ടുള്ള സാൻഡറും അതോടൊപ്പം തന്നെ ദീപക് ചഹറും ഇത്തവണ മുംബൈയുടെ കൂടെയുണ്ട്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മുംബൈ ഉണ്ടാക്കുമെന്ന് കാത്തിരുന്ന് കാണണം. പിന്നെ എടുത്ത് പറയാനുള്ളത് കഴിഞ്ഞ TNPയിലും അതോടൊപ്പം IPLിലേക്കും കണ്ടപ്പോൾ ന്യൂ ബോളിൽ കുറച്ച് ഇമ്പാക്ട് പേസ് ബോളേഴ്സും ഉണ്ടാക്കുന്നവർ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പിച്ച് കണ്ടീഷനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് ഹോൾഡ് ഓൺ ചെയ്ത് കളിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. 160 170 ഈ ഒരു പിച്ച് നല്ല സ്കോറായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. മുംബൈ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ബൂമ്ര കളിക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കൂടാത്തതിന് ഹാർദിക് പാണ്ഡ്യയ്ക്ക് ആദ്യത്തെ മാച്ചിൽ സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട് ബിക്കോസ് ഓഫ് കഴിഞ്ഞ സീസണിൽ ആ ഒരു സ്ലോ ഓവർ റേറ്റ് ലാസ്റ്റ് മാച്ചിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. അത് ഇവരുടെ ആ ഒരു സ്ക്വാഡിലെ ബാലൻസിനെ നന്നായിട്ട് ബാധിക്കും. കാരണം മിഡിൽ ഓർഡറിൽ നോക്കിക്കഴിഞ്ഞാൽ ബാറ്റിംഗ് സൈഡിലാണെങ്കിലും ബോളിംഗ് സൈഡിലാണെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കുന്ന താരമാണ്. ഒരു പേസ് ബോളിംഗ് സൈഡ് അവിടെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ എന്നത്. സോ താരം ഇല്ലാത്തത് ചെറിയ രീതിയിൽ മുംബൈ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സൂര്യകുമാർ യാദവിൻ്റെ അണ്ടറിലാണ് ഈ ഒരു മത്സരം കളിക്കാൻ വേണ്ടിയിട്ട് മുംബൈ വരുന്നത്. അപ്പോൾ സൂര്യയിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 മത്സരങ്ങളായിട്ട് 15 റൺസിന് മുകളിൽ T20 സൈഡിൽ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. ഒരു 50 വന്നിട്ട് 9 മത്സരങ്ങളോ മറ്റായി. സോ ആളൊന്ന് ചെറിയ രീതിയിൽ സ്ട്രഗിളിംഗ് ആണ്. പക്ഷേ IPL അദ്ദേഹം ഫോം വീണ്ടെടുക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. മുംബൈയുടെ ഒരു പ്രോബബിൾ ലൈനപ്പിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ രോഹിത് ശർമ്മ അതോടൊപ്പം തന്നെ റിക്കൽട്ടൺ കൂട്ടുകെട്ട് വരാനാണ് സാധ്യതകൾ കൂടുതൽ കാണുന്നത്. വൺ ഡൗൺ ആയിട്ട് അവിടെ നമുക്ക് സൂര്യകുമാർ യാദവിനെ തന്നെ എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് തിലക് വർമ്മയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഹാർദിക് പാണ്ഡ്യ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ കോർബിൻ ബോഷിനെ 11ലേക്ക് ഇടേണ്ടത് നിർബന്ധിതമാകുകയാണ്. ബിക്കോസ് ആ ഒരു പേസ് ബോളിംഗ് സൈഡ് വേറൊരു ഓപ്ഷൻ ഇല്ല അവർക്ക്. അല്ലെങ്കിൽ വിൽ ജാക്സ് അവിടെ കളിച്ചേനെ. ഇനി അറിയില്ല വിൽ ജാക്സിനെ തന്നെ 11ൽ ഇടുമെന്ന്. പിന്നെയുള്ളത് സാൻഡറാണ്. ഓഫ് കോഴ്സ് സാൻഡർ ഇവരുടെ ഒരു വെപ്പൺ തന്നെയാണ് സ്പിൻ ബോളിംഗ് സൈഡിൽ. കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് നല്ലൊരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ഇല്ലായിരുന്ന ഒരു ടീമായിരുന്നു മുംബൈ. എന്നാൽ ഇത്തവണ കുഴപ്പമില്ലാത്തൊരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ കളിയിൽ എങ്ങനെ ആവുമെന്ന് കാത്തിരുന്ന് തന്നെയാണ്. പിന്നെ നല്ല എക്സ്പീരിയൻസ് ഈ ഒരു ഗ്രൗണ്ടിൽ ഉള്ളൊരു താരം കൂടിയാണ് സാൻഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമാന്തിർ. അതോടൊപ്പം നമാന്തിറിനും ബോൾ ചെയ്യാൻ സാധിക്കും. നമാന്തിറിലേക്ക് ഓവർ ബോൾ പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ ഇല്ലാത്തത് കൊണ്ട് തന്നെ റോബിൻ മിൻസ് അല്ലെങ്കിൽ രജകൻ ബാവ ഇവരുടെ രണ്ടുപേരിൽ ആർക്കെങ്കിലും കളിക്കാനുള്ള സാധ്യത അവിടെ തുറന്ന് കിട്ടുന്നുണ്ട്. പിന്നുള്ളത് ഓഫ് കോഴ്സ് ട്രെന്റ് ബോൾട്ട് അതോടൊപ്പം തന്നെ മുജീബുർ റഹ്മാൻ ഈ ഒരു പിച്ചിലേക്ക് കളിക്കാൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദീപക് സർ. അതോടൊപ്പം തന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് അവിടെ കരൺ ശർമ്മ വരാനുള്ള സാധ്യതകളാണ് കൂടുതൽ കാണുന്നത്. ആൻഡ് നിങ്ങളുടെ മുംബൈയുടെ ലെവൽ ഒന്ന് കമന്റ് ബോക്സിൽ എഴുതുക. ഇനി ചെന്നൈ സൂപ്പർ കിങ്സ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ വളരെ സ്ട്രോങ് ആയിട്ട് ചെന്നൈയുടെ സ്ക്വാഡ് തോന്നിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട്, ഒരുപാട് ബാക്കപ്സുകളുണ്ട്. ആൻഡ് ഈ ഒരു 11ലേക്ക് പോയി കഴിഞ്ഞാൽ പൃഥ്വിരാജ് ഗെയ്ക്വാദ് അതോടൊപ്പം തന്നെ രജിൻ രവീന്ദ്ര ആണോ കോൺവേ ആണോ ഓപ്പണിംഗ് സൈഡിൽ വരിക എന്നുള്ള വലിയൊരു കൺഫ്യൂഷൻ നിലനിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ രജിൻ രവീന്ദ്രയ്ക്ക് കാര്യമായിട്ടുള്ള ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള നല്ല ഇമ്പാക്ട്ഫുൾ നോക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ചെന്നൈക്ക് വേണ്ടി. അപ്പോൾ ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി കോൺവേയിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണ്. സോ ഋതുരാജ് ഗെയ്ക്വാദ് പ്ലസ് കോൺവേ ഒരു ഓപ്പണിംഗ് സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. വൺ ഡൗൺ ആയിട്ട് അവിടെ കൂടുതലും വരാൻ സാധ്യത രാഹുൽ ത്രിപാഠിയാണ്. ദെൻ വിജയ് ശങ്കർ ഇവർക്ക് ഓപ്ഷൻ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ദീപക് കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ബോളിംഗ് സൈഡോട് പരിഗണിച്ച് ചിലപ്പോൾ വിജയ് ശങ്കറിനെ ലെവലിൽ ഇടാനുള്ള സാധ്യതയാണ് കൂടുതൽ. പിന്നെ ശിവം ദൂബെ, സാം കരൺ, ജഡേജ, അശ്വിൻ, നൂർ അഹമ്മദ് ആൻഡ് പതിരണ. ഇതായിരിക്കും ഇവരുടെ 11 ഫോറിൻ പ്ലേയേഴ്സ് ആയിട്ട് പതിരണയും അതോടൊപ്പം തന്നെ നൂറ്, സാം കരൺ അതോടൊപ്പം തന്നെ രജിൻ രവീന്ദ്ര കോൺവേ ഇവരിൽ ആരെങ്കിലും ഒരാൾ. പിന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഖലീൽ അഹമ്മദ് വരാൻ സാധ്യത കൂടുതലാണ്. ഇവർക്ക് സ്പിന്നേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നൂർ അഹമ്മദ് അതോടൊപ്പം തന്നെ അശ്വിൻ ജഡേജ എന്നീ 3 ഓപ്ഷനുകളുണ്ട്. പിന്നെ പേസ് ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പതിരണ അതോടൊപ്പം തന്നെ സാം കരൺ അല്ലെങ്കിൽ വിജയ് ശങ്കർ ഓവർ ചെയ്യാം. ഖലീൽ അഹമ്മദ് വന്നു കഴിഞ്ഞാൽ ഖലീൽ അഹമ്മദ് ഓവർ ചെയ്യും. അതോടൊപ്പം തന്നെ ശിവൻ ദൂബിയുണ്ട് ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ. സോ ഒരുപാട് ഓപ്ഷനുകൾ ചെന്നൈയുടെ സൈഡിലുണ്ട്. ഹാർദിക് പാണ്ഡ്യ ഇല്ലാത്തത് ഇവരുടെ മുംബൈയുടെ സ്ക്വാഡിൻ്റെ സൈഡിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണും. നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.